പ്രീമിയർ ലീഗ് വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കളി ഉണ്ടായിരുന്നു. ആഴ്സണൽ വേഴ്സസ് ബോൺമൗത്ത്. 2-1 ആഴ്സണലിൻ്റെ ഹോം ഗ്രൗണ്ടായ എമിറേറ്റ്സിൽ വെച്ചിട്ട് തോറ്റിരിക്കുന്നു. സുഹൃത്തുക്കളെ, തോറ്റിരിക്കുന്നു. പറയാൻ എളുപ്പമാണ്, പക്ഷെ തോറ്റു 2-1. കാരണം എനിക്ക് തോന്നുന്നു ആഴ്സണലിനെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വലിയ സുഖമില്ല. കാരണം അവരെ ഓൾറെഡി ലീഗ് കപ്പ്, കരബാവ് കപ്പ് ഫൈനലിൽ സിറ്റി ആയിട്ട് തോറ്റു. പിന്നെ FA കപ്പിൽ സൗത്താമ്പ്ടനായിട്ട് തോറ്റു പുറത്തായി. 2 കിരീട പ്രതീക്ഷ പോയി അവരുടെ. അപ്പോൾ അവർക്ക് അത്ര രസിച്ചിട്ടില്ല. അത് അവരുടെ കളിയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നല്ല സംശയമുണ്ട്. കഴിഞ്ഞ ആഴ്ച നടന്ന സ്പോർട്ടിംഗ് ആയിട്ടുള്ള മത്സരം ചാമ്പ്യൻസ് ലീഗിൽ 1-0 ജയിച്ചു. സ്പോർട്ടിങ്ങിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് നടന്നത്. സ്പോർട്ടിങ്ങും ആഴ്സണലും വെച്ച് നോക്കുമ്പോൾ നല്ല അന്തരമുണ്ട്. പ്ലെയേഴ്സിൻ്റെ ലെവൽ നോക്കുകയാണെങ്കിലും ടീം എന്ന നിലയിൽ നോക്കുകയാണെങ്കിലും ആഴ്സണലാണ് ഒന്നും കൂടി മികച്ചത്. പക്ഷേ സ്പോർട്ടിങ്ങിൻ്റെ ഹോം ഗ്രൗണ്ടിലാണെങ്കിൽ പോലും 1-0 ആഴ്സണൽ ജയിച്ചത്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയാണ് ക്വാർട്ടർ ഫൈനൽ, ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ. സെക്കൻഡ് ലീഗ് എമിറേറ്റ്സിലാണ് നടക്കുന്നത്. സ്പോർട്ടിങ് എമിറേറ്റ്സിലേക്ക് വരും. എമിറേറ്റ്സിലേക്ക് വന്നിട്ട് സെക്കൻഡ് ലീഗ് കളിക്കും. അതിൻ്റെ അവസ്ഥ എന്താവുമെന്ന് അറിയില്ല. ഒരു ഗോളിൻ്റെ ലീഡേ ഉള്ളൂ. പക്ഷേ ആഴ്സണൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്സണൽ കളിക്കുന്നത് ഹോം ഗ്രൗണ്ടിലാണ്. അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ലീഗ് കപ്പിൽ തോറ്റതും, കരബാവ് കപ്പ് തോറ്റതും, FA കപ്പിൽ തോറ്റ് പുറത്തായതിൻ്റെയും ക്ഷീണം വരെ കളി ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. സ്വന്തം ഹോം ഗ്രൗണ്ടിലാണ് ഇന്ന്, അതായത് എമിറേറ്റ്സിലാണ് ഇന്ന് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ആഴ്സണൽ ബോൺമൗത്തിന് മുന്നിൽ തോറ്റത് 2-1. ടൈറ്റിൽ റേസിന് ഈ റിസൾട്ട് ടൈറ്റിൽ റേസിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, നമുക്ക് കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ പകുതിയിൽ 1-1 സമനിലയായിരുന്നു. രണ്ടാം പകുതിയിൽ 76-ാം മിനിറ്റിലാണ് അറിവ് ഗോൾ അടിച്ചിട്ടാണ് ബോൺമൗത്ത് ജയിച്ചത്. പിന്നെ സമനിലയ്ക്ക് വേണ്ടി അവർ കിണഞ്ഞ് പരിശ്രമിച്ചുവെങ്കിലും നടന്നില്ല. അവരുടെ കോർണർ കിക്ക് തന്ത്രങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ടീമുകളും പഠിച്ചു എന്ന് തോന്നണേ. അത് കാരണം കൊണ്ട് കോർണർ കിക്കിൽ ആഴ്സണലിൽ അവിടെ ആ ബോക്സിൽ കാണിച്ചു കൂട്ടുന്ന കുറച്ച് വെപ്രാളങ്ങളും കൂട്ടപ്പൊടിച്ചിലൊക്കെ ഉണ്ട്. അതൊക്കെ ഏതാണ്ട് മറ്റുള്ള ടീമൊക്കെ പഠിച്ചു. അപ്പോൾ അതിനനുസരിച്ചുള്ള തന്ത്രങ്ങളൊക്കെ ബാക്കിയുള്ള ടീം ഒരുക്കുന്നുണ്ടായിരിക്കും. അത് കാരണം കൊണ്ടാണ് കോർണർ കിക്കൊന്നും ഫലം കാണുന്നില്ല ഇപ്പോൾ. അങ്ങനെ 2-1 സ്വന്തം ഹോം ഗ്രൗണ്ടിൽ തോറ്റു. 3 ഷോട്ട് ഓൺ ടാർഗറ്റാണ് ഇരു ടീമുകൾ അടിച്ചത്. അതിൽ ബോൺമൗത്ത് 3 എണ്ണത്തിൽ 2 എണ്ണം ഗോളാക്കി. ആഴ്സണലിൽ 3 എണ്ണത്തിൽ 1 എണ്ണം മാത്രമേ ഗോളാക്കിയുള്ളൂ. ഒന്നും പറയാനില്ല. ഗോക്രസ് ആണ് ആഴ്സണലിന് വേണ്ടിയിട്ട് ആ സമനില ഗോൾ നേടിയത് പെനാൽറ്റി വഴി. ഫീൽഡ് ഗോളൊന്നും അടിക്കാൻ അവർക്ക് പറ്റിയില്ല. സെറ്റ് പീസിലൂടെ ഒന്നും അവർക്ക് ഗോളടി നടന്നില്ല. അത് വേണം പറയാൻ. ഈ തോൽവിയോടുകൂടി 32 കളി കംപ്ലീറ്റ് ചെയ്ത ആഴ്സണൽ 70 പോയിന്റോടുകൂടി 1-ാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. 2-ാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റി ഓൾറെഡി 30 കളി കളിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്സണലിനേക്കാൾ 2 കളി കുറവ്, 61 പോയിന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ തമ്മിലുള്ള 1-ാം സ്ഥാനക്കാരായ ആഴ്സണലും 2-ാം സ്ഥാനക്കാരായിട്ടുള്ള സിറ്റി തമ്മിലുള്ള വ്യത്യാസം വെറും 9 പോയിന്റ് വ്യത്യാസം. പക്ഷെ 2 കളി അഡ്വാൻറ്റേജ് സിറ്റിക്കുണ്ട്. സിറ്റിക്കുള്ള ഇനി അടുത്ത കളി എന്ന് വെച്ചാൽ ഞായറാഴ്ച ചെൽസിക്കെതിരെയാണ് സിറ്റിയുടെ കളി. അതും ചെൽസിയുടെ ഹോം ഗ്രൗണ്ടായ ബ്രിഡ്ജിൽ പോയിട്ട് കളിക്കണം. അതൊരു കളി. സിറ്റിയുടെ അടുത്ത മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം മത്സരമാണ്. എത്തിഹാദിൽ ആഴ്സണലിനെതിരെ, ഗണ്ണേഴ്സിനെതിരെ. ഹോം അഡ്വാൻറ്റേജ് സിറ്റിക്കുണ്ട്. ഈ 2 കളിയാണ് സിറ്റിക്ക് മുന്നിലുള്ള ഒന്ന് ബാലികറമലയാണ്. ചെൽസി മിക്കവാറും വലിയ ഇഷ്യൂ ഉണ്ടാക്കാൻ സിറ്റി ജയിക്കും. പക്ഷേ ആഴ്സണൽ ബാലികറമലയാണ് എത്തിഹാദിലാണെങ്കിൽ പോലും. പക്ഷേ എത്തിഹാദിനുള്ള അഡ്വാൻറ്റേജ് മുതലാക്കിയിട്ട് സിറ്റിക്ക് ജയിച്ചേ പറ്റൂ. ഈ 2 കളി സിറ്റി ജയിക്കുകയാണെങ്കിൽ ഈ 61 പോയിന്റ് എന്നുള്ളത് 67 പോയിന്റ് ആവും. അപ്പോൾ ആ കൂടിയിട്ട് 3 പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ. അടുത്ത കളികളിൽ ആഴ്സണലിന് കളിയുള്ളത് ഒന്ന് സിറ്റി ആയിട്ടാണ്, പിന്നെ ന്യൂകാസിലായിട്ടാണ്, പിന്നെ ഫുൾഹാം ആയിട്ട്, ബേൺലി ആയിട്ട്, ക്രിസ്റ്റൽ പാലസ് ആയിട്ട്, അങ്ങനെയൊക്കെയാണ് ആഴ്സണലിൻ്റെ മത്സരം. ഇതിൽ ഏതെങ്കിലും ഫുൾഹാം ആയിട്ട് ഇത്തിരി ഡിഫിക്കൽട്ടായിരിക്കും, ന്യൂകാസിലായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, സിറ്റി ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും, ബേൺലി വലിയ കുഴപ്പമില്ല, ക്രിസ്റ്റൽ പാലസും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ മത്സരങ്ങളിൽ ആഴ്സണൽ ഏതെങ്കിലും 1, 2, 3 മത്സരങ്ങളിൽ തോൽവിയോ അല്ലെങ്കിൽ സമനിലയോ പിടഞ്ഞു കഴിഞ്ഞാൽ സിറ്റിക്ക് എളുപ്പത്തിൽ മറികടക്കാൻ പറ്റും.
അത് കാരണം കൊണ്ട് ടൈറ്റിൽ റേസ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇന്നത്തെ കളി ബോൺമൗത്തിനായിട്ട് ജയിച്ചിരുന്നുവെങ്കിൽ ഓൾമോസ്റ്റ് ആ ലീഡ് അവർക്ക് ഉയർത്തായിരുന്നു. ഇപ്പോൾ 9 എന്നുള്ള ലീഡ് ഒരു 3 പോയിന്റിന് നേടി 9-3 12 പോയിന്റായിട്ട് ഉയർത്തായിരുന്നു. അപ്പോൾ വലിയൊരു ഭീഷണി ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ തോറ്റ സ്ഥിതിക്ക് 2 കളി അഡ്വാൻറ്റേജ് സിറ്റിക്ക് ഉണ്ട്. സിറ്റി അടുത്ത 2 കളി ജയിക്കുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൂടി 3 പോയിന്റ് വ്യത്യാസത്തിൽ വരും. അത് ആർസണലിന്റെ ഭീഷണിയാണ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസ് പോകുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരം കഴിഞ്ഞ് വരാൻ പോകുന്നത് സിറ്റി ഞായറാഴ്ച ചെൽസി ആയിട്ട് നേരിടുന്നു, ജയിച്ചേ പറ്റൂ. പിന്നെ അടുത്തത് എത്തിഹാദിലെ ഹോം ഗ്രൗണ്ടിൽ ആർസണലാണ് നേരിടുന്നത്. അപ്പോൾ ആർസണലിനും സിറ്റിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമാണ്. ആ മത്സരത്തിൻ്റെ വിജയം ഏതാണ്ട് ടൈറ്റിൽ റേസും തീരുമാനിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ആർസണലിലെ അവസാനം നേരത്തെ ഈ കലമുടക്കുന്ന സ്വഭാവം കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുണ്ട്. അത് തുടരുകയാണെങ്കിൽ ഈ സീസണിൽ മിക്കവാറും പ്രീമിയർ ലീഗ് കിട്ടാൻ സാധ്യതയില്ല. അല്ലാത്ത പക്ഷം പ്രീമിയർ ലീഗ് ആർസണലിനെ അടിക്കാനുള്ള സാധ്യത ഉണ്ട് തോറ്റില്ലെങ്കിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു കരബാവ് കപ്പിൻ്റെ പുറത്താകലും FA കപ്പിൻ്റെ പുറത്താകലും, പ്രത്യേകിച്ച് കരബാവ് കപ്പ് ഫൈനലിൽ സിറ്റി ആയിട്ട് തോറ്റെന്ന് വെക്കാം. പക്ഷേ FA കപ്പ് തോറ്റത് സൗത്താംപ്ടനെതിരെയാണ്. അത് വല്ലാതെ ക്ഷീണമാണ്. കാരണം എല്ലാ കൊമ്പന്മാരെ ഇറക്കിയിട്ടും ആർട്ടേറ്റയ്ക്ക് തൻ്റെ ടീമിനെ ജയിപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ അവരെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് പിന്നെ 1-0 സ്പോർട്ടിങ് തോൽപ്പിച്ചത് അവർ ഗ്രൗണ്ടിൽ വെച്ചിട്ട്. പിന്നെ ഈ കളിയിൽ സ്വന്തം ഗ്രൗണ്ടിൽ വെച്ച് തോൽക്കുകയും ചെയ്തു. അപ്പോൾ അവർ മെൻ്റലി അവർ വീക്കാണ്. ഇപ്പോൾ ഈ ആനുകൂല്യം മുതലെടുത്തിട്ട് വേണമെങ്കിൽ അടുത്ത ആഴ്ച വേണമെങ്കിൽ സ്പോർട്ടിങ്ങിനെ ജയിച്ച് കയറാം. 1 ഗോളിൻ്റെ വ്യത്യാസമുള്ളൂ. ജയിച്ച് വേണമെങ്കിൽ കയറാം. ഇപ്പോൾ ഈ ഹോം ഗ്രൗണ്ടിൽ എമിറേറ്റ്സിൽ ആർസണൽ തോൽപ്പിക്കുക എന്നുള്ള ലെവലിലും, പിന്നെ എമിറേറ്റ്സിലെ ഹോം ഗ്രൗണ്ടിൽ ഡേവിഡ് റയനെ മറികടക്കുക, അല്ലെങ്കിൽ സാലിബ, ഗബ്രിയേൽ ഡിഫൻസിനെ മറികടന്ന് ഗോളടിക്കുക എന്നുള്ള ലെവലിലൊക്കെ ബുദ്ധിമുട്ടാണ് ലെവലൊക്കെ അതൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അവർ അതാ മിസ്റ്റേക്കുകൾ വരുത്തുന്നു, അവർ ഗോളടിക്കാൻ തുടങ്ങിയിരിക്കുന്നു, എതിർ ടീമുകൾ വല കൊള്ളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് കാരണം ഇതൊരു പഴുതായിട്ട് സ്പോർട്ടിങ്ങിന് വേണമെങ്കിൽ എടുത്തിട്ട് അടുത്ത ആഴ്ച എമിറേറ്റ്സിൽ വന്നിട്ട് ആർസണലിനെ തോൽപ്പിച്ചിട്ട് വേണമെങ്കിൽ ആർസണലിനെ ചാമ്പ്യൻസ് ലീഗിൽ പുറത്തേക്കുള്ള വഴിയും കാണിക്കാം. എനിവേ എന്തായാലും പ്രീമിയർ ലീഗിൽ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചുകളാണ് വരാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം.